ZX ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് 2020 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് കിടക്കുക. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എത്ര ഇനിയിപ്പോ ചോദിക്കുന്നത്? പുഷ് ബട്ടൺ ഉണ്ട്, അലോയ് വീൽസ് ഉണ്ട്, പിന്നെ റിവേഴ്സ് ക്യാമ് വരും, ഹെഡ് ലാമ്പ് പ്രൊജക്റ്റഡ് ആണ്, അങ്ങനത്തെ എല്ലാം വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സീറ്റ് അഡ്ജസ്റ്റ് വരുന്നുണ്ട്, റിവേഴ്സ് ബാക്ക് വൈപ്പറും ഉണ്ട് അല്ലേ? ബാക്ക് വൈപ്പറും അങ്ങനത്തെ എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. സർവീസ് ഒക്കെ പക്ക പോയിട്ടുണ്ട്. സർവീസ് കാര്യങ്ങളൊക്കെ പക്ക. ഓക്കെ, അടിപൊളി പ്രശ്നമാണ്. നല്ല ടയേഴ്സ് പുതിയതാണെന്ന് തോന്നുന്നില്ല, മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. നല്ല പുതിയ 4 ടയേഴ്സും ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു അടിപൊളി യൂസ്ഡ് കാർ മേള നടക്കുന്നിടത്താണ് ഞാൻ വന്നിരിക്കുന്നത്. മേള തുടങ്ങിയത് ഇന്നലെയാണ് കേട്ടോ. അപ്പോൾ എം മോട്ടോഴ്സിൻ്റെ ട്രൂ വാല്യൂവിൻ്റെ മേളയാണ്. കോഴിക്കോട് രാമനാട്ടുകര വെച്ചിട്ടാണ് എം മോട്ടോഴ്സിൻ്റെ ഷോറൂമിൽ അവിടെ തന്നെ, ആ ലൊക്കാലിറ്റി തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ നമുക്ക് അർജുനെ സ്വാഗതം ചെയ്യാം. അർജുൻ, സ്വാഗതം. എന്താ ബ്രോ, സുഖമല്ലേ? നമ്മൾ വടകരയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എം മോട്ടോഴ്സിൻ്റെ. ഓക്കെ, അപ്പോൾ ഇന്നലെ തുടങ്ങി. ഓക്കെ, 21, 22, 23, 24 തിങ്കളാഴ്ച വരെ മേള ഉണ്ട്. എത്ര മുതൽ സ്റ്റാർട്ടിംഗ് റേഞ്ച് വാഹനങ്ങളുടെ കൂടെ ഇപ്പോൾ? ഏകദേശം നമുക്ക് ഒരു 80 തൊട്ട് സ്റ്റാർട്ടിംഗ് റേഞ്ച് ഉണ്ട്. 80,000 തൊട്ടൊക്കെ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഉണ്ട്. ഓക്കെ, വാറണ്ടി ഉള്ള കൊടുക്കാൻ പറ്റുന്ന വണ്ടികൾ തന്നെയാണ് അധികമുള്ളത്. വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന. ഓക്കെ, അതായത് മോഡൽ അനുസരിച്ചിട്ട് തന്നെ വാറണ്ടി കിട്ടുള്ളൂ. എന്തായാലും എല്ലാം ഇൻസ്പെക്ടഡ് സർട്ടിഫൈഡ് വെഹിക്കിൾസ്. അതെ, എല്ലാം ഇൻസ്പെക്ട് ചെയ്യും. പിന്നെ RF ചെയ്യേണ്ട കാര്യങ്ങൾ RF ചെയ്ത് വെക്കും. റീഫർബിഷ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് വെച്ച് നല്ല അടിപൊളി വണ്ടികളാണ്. ക്വാളിറ്റിയിൽ ധൈര്യത്തിൽ എടുത്തുകൊണ്ട്. പിന്നെന്താ, ഏകദേശം എത്ര സ്റ്റോക്കുകൾ? നമുക്ക് ഇവിടെ തന്നെ ഇപ്പം ഒരു 150 ഓളം കാറുകളുണ്ട്, സ്റ്റോക്ക് ഉണ്ട് അല്ലേ? പിന്നെ വടകര, പൂലാടിക്കുന്ന്, തണമ്പാട്ടതായ സ്റ്റോർ റൂമിൽ വേറെ സ്റ്റോക്കും കാര്യങ്ങളും ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. തിങ്കളാഴ്ച വരെയാണ്, മറന്നു പോകണ്ട. 21, 22, 23, 24, ഇപ്പോൾ 22ആയി. അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നോളൂ. ലൊക്കേഷനും ബാക്കി കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. വീഡിയോയിലോട്ട് പോലെ നമുക്ക് കുറച്ച് വണ്ടികളൊന്ന് പരിചയപ്പെടാം. ഒരു 10ഓളം കാളുകൾ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട്. ഓക്കെ. നമ്മുടെ ആദ്യ വാഹനം ഒരു വാഗണർ KL 18 വടകര രജിസ്ട്രേഷനാണ്. അവിടുന്ന് തൂക്കിയല്ലോ വടകരല്ല, അതേ ഉണ്ട്. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ ZX 1.2 സിംഗിൾ ഓണർഷിപ്പ് ആണ് കേട്ടോ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 20 മോഡൽ 1.2 ആണ്, 1 ലിറ്റർ അല്ല 1.2 ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ കിലോമീറ്റർ എത്ര ചെയ്ത്? ഏകദേശം 87 സംതിങ് ഓട്ടം ഉണ്ട്. ഓട്ടം പോയിട്ടുണ്ട്. മൈലേജ് ഉള്ളതുകൊണ്ടായിരിക്കും കസ്റ്റമർ ഒരു 14-17 റേഞ്ച് മൈലേജ് കിട്ടും. മാനുവൽ ZX ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. 2020 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് കിടക്കുക. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ. ഓക്കെ, എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? ഇതിനിപ്പോൾ നെറ്റായിട്ട് നമുക്ക് 4,80,000 രൂപ കൊടുക്കാം. 4,80,000 2020 ZX ഫുൾ ഓപ്ഷൻ 1.2 ലിറ്റർ ഈ ഒരു വാഗണർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓണും ചാൻസ് ഉണ്ട്. ഫുൾ ഓണും കിട്ടും. നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഫുൾ ഓൺ വരാം. അപ്പോൾ അത്യാവശ്യം ഇന്റീരിയറും എക്സ്റ്റീരിയറും ടയർ ക്വാളിറ്റിയും അത്യാവശ്യമുള്ള ടയർ ഫ്രണ്ടിൽ നല്ല പുതിയ ടയേഴ്സാണ്, പുറകിലൊരു അത്യാവശ്യം ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. ഫുൾ ഓണിൽ വണ്ടി കൊണ്ടുപോകാം. ഇത് മാത്രമല്ല, ഇങ്ങനത്തെ വേറെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. 150ലധികം കാറുണ്ട്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ബ്രസ KL 53 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇത് ഡീസലോ പെട്രോളോ? ഡീസലാണ്. ഡീസൽ വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 മോഡൽ. ഓക്കെ, തേർഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. VDI ആണ് വരുന്നത്. VDI ആണെങ്കിൽ പോലും അലോയ് പിന്നെ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. അലോയ് ന്യൂ ടൈപ്പ് ആണ് കേട്ടോ ചെയ്തത്, പഴയ ടൈപ്പ് അല്ല. അത്യാവശ്യം ഒരു 60% വരെ ടയറും ഉണ്ട്. ഓക്കെ, കിലോമീറ്റർ എത്രയും? ഇത് 1,10,000. 1,10,000. സർവീസ് ഒക്കെ പക്കയുണ്ട്. സർവീസോ കാര്യങ്ങളൊക്കെ എടുത്തുണ്ട്. ഓക്കെ, 2017 VDI ആണ്. അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തൊരു ബ്രസ. ഒരു 20+ മൈലേജും ഉണ്ടാവും തീർച്ചയായും ഡീസലിന്. എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമുക്ക് നെറ്റായിട്ട് 5,65,000 കൊടുക്കാം. 5,65,000 രൂപയ്ക്ക് 2017 VDI ഡീസൽ ബ്രസ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതും അഡീഷണൽ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി. ഇതും ഏകദേശം ഫുൾ ഓൺ കിട്ടാൻ ചാൻസ് ഇല്ല. ഫുൾ ഓൺ, ഫുൾ സർവീസ് ഉണ്ടല്ലേ? ഫുൾ സർവീസ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. സ്വിഫ്റ്റ് റെഡ് കളർ KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? 2020 മോഡൽ. ഓക്കെ, 50,000 കിലോമീറ്റർ ഓട്ട്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. LXI ആണ്. ബേസ് ഓപ്ഷൻ ആണ്. പവർ വിൻഡോസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ടോ? അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അഡീഷണൽ ആയിട്ട് പവർ വിൻഡോസ് ചെയ്തിട്ടുണ്ട്. 4 ചെയ്തിട്ടുണ്ട്. 4 ഡോറും ടച്ച് സ്ക്രീന്, പിന്നെ റിവേഴ്സ് ക്യാമ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം VXI തന്നെ പറയാം. VXI തന്നെ പറയാൻ പറ്റിയ വണ്ടിയാണ്. 2020 മോഡൽ സ്വിഫ്റ്റ് ആണ്. 50,000 ഓടിയിട്ടുണ്ട്. എത്ര ഓണർഷിപ്പ്? എത്ര? സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. ഓക്കെ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല അല്ലേ? അത്യാവശ്യം ഉണ്ട്. പിന്നെ 4 സിലിണ്ടർ ആണ്. അതൊന്നും കൂടി പറഞ്ഞു. 4 സിലിണ്ടർ ആണ്. ഇപ്പോഴത്തെ അറിയാലോ, ഇപ്പൊ ഇറങ്ങുന്നത് എപ്പിക്ക് 3 സിലിണ്ടർ ആണ്, 4 സിലിണ്ടർ ആണ്. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇപ്പം നെറ്റായിട്ട് നമുക്ക് 4,90,000 കൊടുക്കാം.
2020 സ്വിഫ്റ്റ് 4,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ വരും. ഫുൾ ഓൺ വരാം. ഓക്കെ, അടുത്ത വണ്ടി ആൾട്ടോ ആണ്. അടുത്ത വാഹനം KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ. ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് വാഹനമാണ് അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ? 2011 മോഡൽ. 11 മോഡൽ. ഓട്ടോ എത്ര പോയിട്ടുണ്ട്? 83,000 കിലോമീറ്റർ. 83,000. വേറെ വർക്കൊന്നുമില്ലല്ലോ? 80 ഉറുപ്പ്യ കൊടുക്കാം നമുക്ക്. 80,000 രൂപയ്ക്ക് 2011 മോഡൽ ആൾട്ടോ ഒരു 18-19 റേഞ്ച് മൈലേജ് കിട്ടും. ഒന്ന് പോളിഷ് ചെയ്തെടുക്കാണ്ട് അല്ലേ? മൊത്തത്തിൽ ചെറിയ ടച്ചപ്പൊക്കെ ആയിട്ട്. ഓക്കെ, കുഴപ്പമില്ലാത്ത ടയർ ഭാഗങ്ങളുണ്ട്. എല്ലാം വർക്കിംഗ് അല്ലേ? വർക്കിംഗ് ആണ്. ഓക്കെ, 80,000 രൂപയ്ക്ക് ആൾട്ടോ ലോണ് നോക്കണ്ട, നഷ്ടമായിരിക്കും. ലോണ് നോക്കിക്കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും. കിട്ടാൻ ചാൻസ് ഉണ്ട്, പക്ഷെ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. അടുത്തത് ബലേനോ ആണ്. KL 10 മലപ്പുറം രജിസ്ട്രേഷൻ. ഫുൾ ഓപ്ഷൻ ആണ്. ഇത് ആൽഫയാണ്. ഓക്കെ, പ്രൊജക്ട് ഹെഡ് ലാമ്പ്, അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2017 മോഡൽ. 49,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ആണ്. എന്താ പറയുക, ഫുൾ സർവീസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ക. എന്താ ക്ലെയിമോ കാര്യങ്ങളോ? ഇല്ല, ക്ലെയിമോ ഒന്നുമില്ല. ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ബലേനോ ആണ്. ലോ കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ, മാനുവൽ. മൈലേജ് ഒരു 13-16 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. ഓക്കെ, എത്ര ഇതിപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പം നമുക്ക് ലാസ്റ്റ് 5,80,000 കൊടുക്കാം. 5,80,000 രൂപയ്ക്ക് 2017 ലോ കിലോമീറ്റർ ആൽഫ ഏറ്റവും ടോപ്പ് പെട്രോൾ മാനുവൽ ബലേനോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 5 lakhs അടുപ്പിച്ച് ലോൺ ചാൻസ് ഉണ്ടോ? ഒരു 90%. നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 90%. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് മാരുതി അല്ലാത്ത ഒരു നോൺ മാരുതി ബ്രാൻഡാണ് ടാറ്റ അൾട്രോസ്. സേഫ്റ്റി ഉള്ള ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വാഹനം അല്ലേ? 2020 മോഡൽ. 20 അൾട്രോസ് ആണ്. 20 അൾട്രോസ്. പിന്നെ എക്സെഡ്. ഇതിന്റെ മേലെ എക്സെഡ് പ്ലസ് ഉണ്ട്. ഇത് എക്സെഡ് ആണ്. ഫുൾ ഓപ്ഷൻ തന്നെ. ചെറിയ മാറ്റം. പുഷ് ബട്ടൺ ഉണ്ട്, അലോയ് വീൽസ് ഉണ്ട്, പിന്നെ റിവേഴ്സ് ക്യാം വരും, ഹെഡ് ലാമ്പ് പ്രൊജക്റ്റഡ് ആണ്. അങ്ങനത്തെ എല്ലാം വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സീറ്റ് അഡ്ജസ്റ്റ് വരുന്നുണ്ട്. ബാക്ക് വൈപ്പറും ഉണ്ട് അല്ലേ? ബാക്ക് വൈപ്പറും അങ്ങനത്തെ എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. ഉള്ളിൽ തന്നോ മാറ്റമുള്ളൂ. ഓട്ടോ എത്ര പോയി? ഇത് 36,000 കിലോമീറ്റർ. 36,000. 5 വർഷം കൊണ്ടാണ്. ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓൺഷിപ്പ് തന്നെ. ക്ലെയിമും കാര്യങ്ങളൊന്നും. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇപ്പോൾ 5,90,000 വരും നെറ്റായിട്ട്. 5,90,000 രൂപയ്ക്ക് 2020 അൾട്രോസ് എക്സെഡ്, അതായത് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന വാഹനമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ മാറി, ഓപ്ഷൻ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ 980 ഓൺ റോഡ് പ്രൈസ് ഈ ഒരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ. അന്നും ഏകദേശം അത്ര തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അന്നും വരുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇതിന് നമുക്ക് 1 year ഒരു വാറന്റിയും കൂടി കൊടുക്കാം. അല്ലേ? അഡീഷണൽ വാറന്റിയും കൂടി കൊടുക്കാം. ഓക്കെ, അഡീഷണൽ വാറന്റി ഉണ്ട്. അപ്പോൾ നല്ലൊരു ക്ലീൻ പീസ് അൾട്രോസ്. മൈലേജ് ഒരു 12-15 റേഞ്ച് കണ്ടാൽ മതി എന്തായാലും ഉണ്ടാവും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ആൾട്ടോ 800 KL 76 അല്ലേ? 2021 മോഡൽ. ഓക്കെ, LX ആണ്. ബേസ് ആണ്. ഓക്കെ, പിന്നെ 63,000 കിലോമീറ്റർ ഓട്ടോ. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, സർവീസ് ഒക്കെ പ്രോപ്പറാ? സർവീസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറാണ്. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? അത്യാവശ്യം 60% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലെയിം കാര്യങ്ങളൊന്നും. ഓക്കെ, നീറ്റാണ്. 21 മോഡൽ LXi 800 ആണ്. ഒരു 20 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതാകുമ്പോൾ നമുക്ക് 3,10 ഉണ്ടാവും. 3,10,000 രൂപയ്ക്ക് 2021 വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. ഇതിന് നിങ്ങളുടെ വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടും. എല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഒരു ഫസ്റ്റ് ഷേപ്പ് വാഗണർ ആണ് അടുത്ത വാഹനം. KL 11 വണ്ടി തന്നെ. എങ്ങനെ ഡീറ്റെയിൽ? 2005 മോഡൽ. 2030 വരെ പേപ്പർ ഉണ്ട്, അവൈലബിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. 1,20 ഓട്ടം. എല്ലാം വർക്കിംഗ് ആണോ? വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, 2030 വരെ ഫുൾ പേപ്പർ ഫിറ്റ് ആയിട്ടുള്ള ഒരു വാഗണർ ആണ്. എത്ര രൂപ ചോദിക്കുന്നത്? നമുക്ക് 80 രൂപ ഗ്ലാസ് കൊടുക്കും. 80,000. ഇതാ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ 80,000 വേണ്ടിയില്ലേ? ഓക്കെ, 80,000 രൂപയ്ക്ക് 5 വർഷത്തെ പുതിയ പേപ്പറിലുള്ള ഈ ഒരു വാഗണർ കൊണ്ടുപോകാം. എല്ലാം വർക്കിംഗ് ആണ്. ഇലക്ട്രിക്കൽ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാവരും ചെക്ക് ചെയ്യും. പിന്നെ ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, മേജർ ക്ലെയിമും കാര്യമൊന്നും ഒന്നുമില്ല. 80,000 കൊണ്ടുപോകാം. ലോണും കാര്യമൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. പഴയ മോഡലാണ്. അപ്പോൾ താല്പര്യം വിളിക്കാം. അടുത്ത വണ്ടിയിലേക്ക്. ഹ്യുണ്ടായ് ഇയോൺ KL 65 രജിസ്ട്രേഷൻ. കാഞ്ഞങ്ങാട് തിരുവനങ്ങാടി രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ ഡീറ്റെയിൽ? 2015 മോഡൽ. 2015 ഇയോണാണ്. ഏതാ? ഇറാ പ്ലസ് ആണ്. ഓക്കെ, കോമൺലി നമ്മൾ കണ്ടുവരുന്ന ഒരു വേരിയൻ്റ് ആണ് ഇറാ പ്ലസ്. പിന്നെ ഒരു 15-18 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. കുറച്ച് റീപെയിന്റ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് അല്ലേ? അത്യാവശ്യം മൊത്തത്തിലൊന്ന് ഇതൊക്കെ ഒന്ന് ടച്ച് ചെയ്തെടുക്കാണ്ട് കിട്ടുന്ന സാധനങ്ങൾ. അതെ, ബഫ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ കിലോമീറ്റർ എത്രയാ? ഇത് 95,000 കിലോമീറ്റർ. മേജർ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. എത്ര രൂപ ചോദിക്കുന്നത്? നമുക്ക് 1,38,000 കൊടുക്കാം ലാസ്റ്റ്. 1,38,000 രൂപയ്ക്ക് 2015 ഇറാ പ്ലസ് ഇയോണ് കൊണ്ടുപോകാം.
അപ്പോൾ ലോണും ചാൻസ് ഇല്ലേ? ഒരു 1 lakh വരെ ലോണും കിട്ടും. ചെറിയ 1 lakh അല്ല, ചിലപ്പോൾ മാക്സിമം ലോൺ ചെയ്യാം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. അടുത്ത വണ്ടി അത് മാത്രമല്ല ജിതിനാട്ടൻ, പിന്നെ ചില ആൾക്കുള്ള ഡൗട്ട് മീൻസ് മാരുതിൻ്റെ ഇതാകുമ്പം പിന്നെ നമ്മൾ അതർ ബ്രാൻഡ്സ് ഒരു 2017 ശേഷം 1 year വാറണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതർ ബ്രാൻഡ്സിന് കിട്ടുന്നുണ്ട്, മാരുതിക്ക് മാത്രമല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് വന്നിട്ട് ഇതിന് കിട്ടുന്നില്ല. മീൻസ് നമുക്ക് 17 ശേഷമുള്ള വണ്ടി, 17 ശേഷമുള്ളത് എല്ലാ വണ്ടികൾക്കും ഒരു 1 year വാറണ്ടി കൊടുക്കാം. എഡിഷനായിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ ഓക്കെ. അടുത്തത് ബ്രസ, ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷ് വണ്ടിയാണ്. KL 73 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ അറിഞ്ഞു? 2023 ഏറ്റവും ടോപ്പാണ് വരുന്നത്. ZXA+, 6 എയർ ബാഗ്, പിന്നെ 360 ക്യാം, ഓൾമോസ്റ്റ് എല്ലാ ഫ്യൂച്ചേഴ്സും വരുന്നതാണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പുഷ് ബട്ടൺ സൺറൂഫ് എല്ലാം വരും. ഓക്കെ, വാറണ്ടി ഇപ്പോൾ എത്ര വരെ ഉണ്ടാവും? വാറണ്ടി എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട്, 2029 വരെ എക്സ്റ്റൻഡ് വാറണ്ടി. കമ്പനി വാറണ്ടി അതേ പറയുന്നത്. നേരത്തെ പറഞ്ഞത് ഇവരുടെ ആമിൻ്റെ വാറണ്ടി ആയിരുന്നു, ഇത് കമ്പനി വാറണ്ടി തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, കിലോമീറ്റർ എത്രയായി? ഇത് 38,000 കിലോമീറ്റർ, 38 സംതിങ്. ഓക്കെ, ഫുൾ ഓപ്ഷൻ 38,000 കിലോമീറ്റർ ഓടിയ വണ്ടി, സിംഗിൾ ഓൺഷിപ്പ് തന്നെ. സിംഗിൾ ഓൺഷിപ്പ്. സർവീസ് ഒക്കെ പക്ക പോയിട്ടുണ്ട്, സർവീസ് കാര്യങ്ങളൊക്കെ പക്ക. ഓക്കെ, അടിപൊളി പ്രശ്നമാണ്. നല്ല ടയേഴ്സ് പുതിയതാണെന്ന് തോന്നുന്നില്ലേ? മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? നല്ല പുതിയ 4 ടയേഴ്സും ഉണ്ട്. എത്ര രൂപ ചോദിക്കുന്നത്? ഇതിപ്പം 11,20,000 രൂപയ്ക്ക് നമുക്ക് നെറ്റായിട്ട് ചെയ്ത് കൊടുക്കാം. 11,20,000 2023 ബ്രസ ഫുൾ ഓപ്ഷൻ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ. നോർമൽ ഓട്ടോ കൂടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് കണക്കാണ്. മാക്സിമം ലോൺ കിട്ടും, ഒരു 10 മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? ഇതാണ് ഇത് എക്സ്റ്റൻഡ് വാറണ്ടി ചെയ്തതാണ്. പ്രീവിയസ് കസ്റ്റമർ എക്സ്റ്റൻഡ് വാറണ്ടി ചെയ്തതാണ്. മാനുവൽ പറഞ്ഞേ? മാനുവലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 11-14 ആ റേഞ്ച് മൈലേജും കിട്ടും ഏകദേശം. 14 ഹൈബ്രിഡ് അല്ലേ? സ്മാർട്ട് ഹൈബ്രിഡ്. സ്മാർട്ട് ഹൈബ്രിഡ് അങ്ങനെയാണെങ്കിൽ ഒരു 16 വരെയൊക്കെ എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാം. പിന്നെ ഇതന്നെയാണ് നമ്മളെ എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പം വാറന്റിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇത് എക്സ്റ്റൻഡ് ചെയ്ത വാറന്റിയാണ്. കസ്റ്റമർ എക്സ്റ്റൻഡ് ചെയ്തതാണ്. നമ്മളെ വാറന്റി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 7 years ബാക്ക് ആണെങ്കിൽ നമുക്ക് 6 months വാറന്റി വരും, അല്ലെങ്കിൽ പിന്നെ 1 year. മീൻസ് 4 years ബാക്ക് ആണെങ്കിൽ 1 year വാറന്റി ഉണ്ട്, ട്രൂ വാറന്റിന്റെ വാറന്റി. പിന്നെ ഇതേപോലെ തന്നെ എക്സ്റ്റൻഡ് വാറന്റി ഉണ്ടാവും. കസ്റ്റമർ ഇപ്പം 23-24 ഒക്കെ ആണെങ്കിൽ ചില കസ്റ്റമേഴ്സ് എക്സ്റ്റൻഡ് വാറന്റി എടുത്തിട്ടുണ്ട്. അത് പുതിയ വണ്ടിക്ക്, അത്രയും മോഡൽ കൂടിയ വണ്ടിക്ക് എക്സ്റ്റൻഡ് വാറന്റി അവൈലബിൾ ആയി. പഴയ വാഹനങ്ങൾക്കാണ് പറയുന്നത് ഇവരുടെ വാറന്റി 7 വർഷം മുന്നേ വരെയുള്ള വാഹനങ്ങൾ, അതിൻ്റെ ഉള്ളിൽ വരുന്ന വാഹനങ്ങൾക്ക്. ഓക്കെ, എന്തായാലും തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പൊരിഞ്ഞ വെയിലാണ്, നല്ല ചൂടാണ്, അതുകൊണ്ട് കുറച്ച് സ്റ്റോക്ക് നിങ്ങളത് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. അപ്പോൾ മേള മറന്നു പോകണ്ട, ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്, തിങ്കളാഴ്ച വരെ ഉണ്ട് മേള. അപ്പോൾ 21, 22, 23, 24 അല്ലേ? ഈ കാണിച്ച വണ്ടികളല്ലാണ്ട് നമുക്ക് എല്ലാ ലോ ബഡ്ജറ്റ് ആയാലും അതർ ബ്രാൻഡ്സ് ആയാലും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് താഴെ കാണുന്ന നമ്പർ കൊടുക്കുന്ന നമ്പറിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു. ഇപ്പോൾ എല്ലാം കൂടി കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, വേറൊന്നുമല്ല, 50 വെയിലാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആരെങ്കിലും വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നോട്ടെ, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. എല്ലാവർക്കും നന്ദി. അർജു, താങ്ക് യു. ബൈ.